ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. എല്ലാവരും കൂടുതൽ ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ ഉണർന്നെണീറ്റിട്ടുണ്ടാവും എന്ന് കരുതട്ടെ. നമ്മുടെ രാത്രിയിലെ ഉറക്കമാണ് പ്രഭാതത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നത്. നന്നായി ഉറങ്ങിയാൽ നല്ല ഉണർവ്. അതുകൊണ്ട് ഉറക്കവും ശ്രദ്ധിക്കേണ്ടതാണ് സാരം. പ്രഭാതവേളയെ ആത്മധ്യാനം കൊണ്ട് സമ്പന്നമാക്കാൻ നാം നിശ്ചയിച്ചിരിക്കുകയാണ്. ആത്മവിചാരത്തിനായിക്കൊണ്ട് ശങ്കര ഭഗവത് പാദർ പകർന്നു തന്നിട്ടുള്ള ആശയങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 5-ാമത്തെ ശ്ലോകമാണ്. 4-ാമത്തെ ശ്ലോകമാണ്. പരിച്ഛിന്ന ഇവ അജ്ഞാനാത് തന്നാശേ സതി കേവലഃ സ്വയം പ്രകാശതേ ഹ്യാത്മാ മേഘാപായേ അംശുമാനിവ. പരിച്ഛിന്ന ഇവ അജ്ഞാനാത്. ആത്മാവിനെ സംബന്ധിക്കുന്ന അജ്ഞാനമാണ് വിഷയം. പരിച്ഛിന്ന ഇവ. ആത്മാവിനെ സംബന്ധിക്കുന്ന അറിവില്ലായ്മ കാരണം ആത്മാവിൻ്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാവാത്തതുകൊണ്ട് ആത്മാവ് വളരെ പരിച്ഛിന്നമാണ്, ദേഹപരിമിതമാണ് എന്ന് നാം കരുതുന്നു. സ്വാഭാവികമായിട്ടും ശരീരത്തിൻ്റെ ദോഷങ്ങളും ഇന്ദ്രിയാദികളുടെ പരിമിതികളും മനോബുദ്ധികളുടെ പ്രശ്നങ്ങളുമൊക്കെ നമ്മുടെ പ്രശ്നമായിട്ട് മാറും. വാസ്തവത്തിൽ ശരീര ഇന്ദ്രിയ മനോബുദ്ധികൾക്കപ്പുറത്ത് പ്രകാശിക്കുന്ന കേവല ആത്മാവാണ്, ഏകമായ ആത്മതത്വമാണ് നാം. ഇതറിയാതെ പോകുന്നത് കൊണ്ടുള്ള സങ്കടക്കടലിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ നമുക്ക് ഉത്സാഹം വേണ്ടേ? ഭഗവത് പാദര് പറയുന്നു, പരിച്ഛിന്ന ഇവ അജ്ഞാനാത് തന്നാശേ അജ്ഞാനനാശേ സതി കേവലഃ. കേവലം ആത്മഭാവത്തെ സാക്ഷാത്കരിക്കുന്നു. കേവലം എന്നാൽ ഒന്ന് എന്നർത്ഥം. ഒന്ന് എന്ന് പറഞ്ഞാൽ സർവവ്യാപിയായി സർവ ആധാരമായി പരിലസിക്കുന്ന ഏക തത്വം. ഇതിനെ അന്യമായല്ല അറിയേണ്ടത്, അവനവൻ്റെ ആഴമായിട്ടാണ് തിരിച്ചറിയേണ്ടത്. പരിച്ഛിന്ന ഇവ അജ്ഞാനാത്. അറിവില്ലായ്മ കൊണ്ട് കേവലം ശരീരപരിമിതമാണ് ഞാൻ എന്ന് നാം ധരിച്ചു പോകുന്നു. തന്നാശേ അജ്ഞാനനാശത്തിങ്കൽ സതി കേവലഃ. ആത്മാ കേവലമാണ്, ഏകമാണ് എന്ന് ബോധ്യമാവും. ശങ്കര ഭഗവത്പാദർ ഉദാഹരണത്തിലേക്ക് കടക്കുന്നു. പരിച്ഛിന്ന ഇവ അജ്ഞാനാത് തന്നാശേ സതി കേവലഃ സ്വയം പ്രകാശതേ ഹ്യാത്മാ. ആത്മാ സ്വയം പ്രകാശത്തെ. അറിവ് നേടുന്നതോടെ അറിവ് ആത്മാവിനെ ഉണ്ടാക്കുന്നു എന്ന് കരുതേണ്ട കാര്യമില്ല. ആത്മാവിനെ കൊണ്ടുത്തരുന്നു എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഉള്ളതിനെ അറിയിക്കുന്നേ ഉള്ളൂ. വാസ്തവത്തിൽ അറിവില്ലായ്മയെ നീക്കുന്നു എന്നേ അറിവ് അതിൻ്റെ ധർമ്മമായിട്ട് ചെയ്യുന്നുള്ളൂ. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം സ്വയം പ്രകാശത്തെ. ആത്മാവ് സ്വയം പ്രകാശിതമാവുന്നു. അറിവില്ലായ്മ എന്ന ഇരുട്ട് നീങ്ങുമ്പോൾ ആത്മാ പ്രകാശിതമാവുന്നു. സ്വയം പ്രകാശതേ ഹി ആത്മാ. ഉദാഹരണം, മേഘ അപായേ അംശുമാൻ ഇവ. അംശുമാൻ സൂര്യൻ, മേഘം കാർമേഘം. അപായേ അത് നീങ്ങുമ്പോൾ. കാർമേഘം മൂടിക്കിടക്കുന്ന സൂര്യനെ ധ്യാനിക്കൂ, ചിന്തിക്കൂ എന്ന് പറയും. കാർമേഘം മൂടിക്കിടക്കുന്ന സൂര്യൻ ദ്രഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം, കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇല്ല തന്നെ. കാർമേഘത്തിൻ്റെ നീക്കത്തിൽ സൂര്യൻ ഉണ്ടായി വരികയല്ല, ഉള്ള സൂര്യൻ പ്രത്യക്ഷീഭൂതമാവുകയാണ്. ഇത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ഗൗരവപൂർവം ആലോചിക്കേണ്ട വിഷയമാണ്. എന്നെ സംബന്ധിക്കുന്ന പരിമിതികളെ സംബന്ധിക്കുന്ന എല്ലാ മിഥ്യാധാരണകളും, അറിവില്ലായ്മ അവിദ്യ കാരണമുണ്ടായിട്ടുള്ള എല്ലാ ധാരണകളും നീങ്ങുമ്പോൾ എൻ്റെ സ്വരൂപം എനിക്ക് സ്വയം പ്രത്യക്ഷീഭൂതം ആവുന്നു. ഒരു ഇരുട്ടുമുറിയിൽ വാച്ചുകളിലൊക്കെ പ്രത്യേകം റേഡിയം ഇരുട്ടത്തും കാണുന്നതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ടാവുമല്ലോ.
ഇരുട്ടുമുറിയിൽ വാച്ചിൻ്റെ മുകളിൽ പല പദാർത്ഥങ്ങൾ, പുസ്തകം തുടങ്ങിയവയൊക്കെ കിടക്കണം. രാത്രി പതുക്കെ തപ്പി എഴുന്നേറ്റ് തപ്പിപ്പിടിച്ച് നോക്കി ഈ പുസ്തകങ്ങളൊക്കെ മാറ്റുന്ന സമയത്ത് റേഡിയം പതിച്ചിട്ടുള്ള വാച്ച് സ്വയം വ്യക്തമായി കിട്ടണില്ലേ? ഇതുപോലെ എന്നിൽ അന്തരാത്മാവായി ശോഭിക്കുന്ന ആത്മതത്വം, ജഗതാധാര സത്യം, കേവലാത്മ സ്വയം പ്രകാശിതമായി കിട്ടും. ഈ ഒരു അനുസന്ധാനം നമുക്ക് സഗൗരവം ചെയ്യാൻ സാധിക്കുമാറാവട്ടെ. ഹരി ഓം.